നോക്ക് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അപ്പോൾ നമസ്കാരമുണ്ട്. ഇന്ന് ഞാനൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറേ കാലമായി ഉണ്ടാവും ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. ഈ കാണുന്നത് എൻ്റെ ഹസ്ബൻഡ് നാടാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പക്ക ഗ്രാമവാസീസാണ്. അതുകൊണ്ട് പാടം വരമ്പ് ഇതൊക്കെ സുലഭമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ പിള്ളേർ കാരണം കേട്ടോ ഞാൻ ഈ ലോങ് വീഡിയോ എടുക്കാൻ കാരണം എനിക്കവർ നല്ല എന്താ പറയുക, നല്ല ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും മോളിനെ കളിപ്പിക്കാനൊക്കെ എപ്പോഴും വരും. നല്ല ഭയങ്കര വൈബുള്ള പിള്ളേരാണ്. അപ്പോൾ ഇവരിങ്ങനെ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ പാടത്ത് പോവാം ചേച്ചി, വ്ളോഗ് എടുക്ക്, കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കൊണ്ടുപോയതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ ചെറിയ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. കാരണം മോളെയൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ എടുക്കുന്നത് തന്നെ. അപ്പോൾ എങ്ങനെയാണ്, പക്ഷേ പിള്ളേർ ഭയങ്കര വൈബിൻ്റെ ആൾക്കാരായതുകൊണ്ടും കുട്ടി എൻ്റെ മോളിനെയൊക്കെ ഭയങ്കര ഒരു നല്ല കെയറിങ്ങാണ്. സോ എനിക്കതിനെക്കുറിച്ചൊരു അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ പാടത്തിങ്ങനെ വൈകുന്നേരം പോയി ഇറങ്ങി ഇങ്ങനെ കുട്ടികളിങ്ങനെ ചില്ലാൻ തുടങ്ങി. ഞാനും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ റിയലൈസ് ചെയ്യുന്നത്, ഒന്നാമത് നമുക്ക് പ്രായമായി വരുന്നതും ഈ പിള്ളേരെ പോലെ നമുക്കങ്ങനെ ആസ്വദിച്ച് അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. പക്ഷേ നമ്മൾ അവരോട് ഇപ്പം നടക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു കുട്ടികളുണ്ടല്ലോ, ആ ഒരു കുട്ടിത്തമുണ്ടല്ലോ, കുട്ടിത്തമുണ്ടല്ലോ. ആ കുട്ടിത്തൊക്കെ നമുക്കങ്ങനെ പുറത്ത് വരും. നമ്മളിങ്ങനെ എന്താ പറയുക, അറിയാണ്ട് തന്നെ ഇങ്ങനെ വരും. എനിക്കങ്ങനെ വന്നു. ഞാനും പിള്ളേരുടെ ഇടയിൽ അങ്ങനെ എനിക്ക് ഇതൊന്നും എനിക്ക് ബോധം പോയില്ല. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനും ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ അപ്പോൾ ഇങ്ങനെ എനിക്ക് പിള്ളേരിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ വെള്ളം വരാറുണ്ട്. പക്ഷെ ഞാൻ അന്ന് കണ്ടപ്പോൾ വെള്ളം അധികം ഇല്ല. അപ്പോൾ അവരങ്ങനെ ഇറങ്ങി, പിള്ളേരങ്ങനെ അവരെല്ലാവരും എന്നോട് പറഞ്ഞു, ചേച്ചി പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഞാനും വീട്ടിലത്തെ അതേ കോലത്തിൽ തന്നെയാണ്, എന്നെ അവർ അതേപടി പൊക്കിക്കൊണ്ടുവന്നാണ്. സോ ഞങ്ങൾക്കും വീഡിയോ ഒക്കെ എടുക്കാൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ചമ്മലൊക്കെ ആയിട്ടോ. ചേച്ചി അങ്ങനെ അവൾ കണ്ടോ മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുഖം കാണിക്കാണ്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ മോള് പിന്നെ ഭയങ്കര അവൾക്കങ്ങനെ നടക്കാനും കുട്ടികളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അവളും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലോട്ട് കാഴ്ച കണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് പിള്ളേർ പറഞ്ഞത്, ചേച്ചി ഞങ്ങൾ ഡാൻസ് കളിക്കുക, ചേച്ചി വീഡിയോ എടുത്ത് പറഞ്ഞു. എനിക്കും ഞാനും വിചാരിച്ചില്ല എങ്ങനെയൊക്കെ കിട്ടും. കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു എന്താ പറയുക പോസിറ്റീവ് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ. കാരണം അവർ റെഡിയാണ്, അവർ എന്തിനും ഡാൻസോ പാട്ടോ എന്തിനും റെഡിയാണ്. പണ്ടൊക്കെ ഞാനൊക്കെ കുറച്ച് ഷൈ ടൈപ്പ്, എനിക്ക് ബാക്കിൽ നിന്ന് തന്നെ ഇങ്ങനെ പുള്ളി ചെയ്യണം, എന്നാലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുള്ളൂ, മീൻസ് ഡാൻസ് എന്തെങ്കിലും കളിക്കുള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇവരുടെ ഒന്നാമത് നമുക്ക് ഇവരുടെ പ്രായം കടന്നു പോയത് കൊണ്ടും ഇവരിങ്ങനെ എന്താ പറയുക, അവരുടെ ആ ലൈഫൊന്ന് ആസ്വദിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ പണ്ടത്തെ ആ ഒരു ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുഴപ്പമില്ല, കളിക്ക്. അങ്ങനെയുണ്ട് പെട്ടെന്നൊരു മയിലിനെ കണ്ടത്. അതിന് ഞാനിങ്ങനെ അടുത്തൊക്കെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മയിലല്ലേ എവിടെ നിൽക്കുന്നത്, അത് അതിൻ്റെ പാട്ട് പോയി. ഞങ്ങൾ അവിടെ ഏതോ നാട്ടുകാരിട്ട പോസ്റ്റ് ഉണ്ട്, അവിടെ ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു. നല്ല കാറ്റും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ബാക്കിൽ 2 മുത്തശ്ശിമാരെ കണ്ടോ. അവരോട് ഞാൻ ചോദിച്ചു കേട്ടോ, നിങ്ങൾ ഡെയിലി വരാറുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഡെയിലി നടക്കാറുണ്ട്. അവർ കുറച്ച് ദൂരത്തുനിന്ന് വരിക. അവരിങ്ങനെ അവരുടെ കഥകളും ഇങ്ങനെ നടക്കാനൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഞാൻ ഓൾഡ് ഏജ് ആവുമ്പോൾ ഇങ്ങനെ ഉണ്ടാവൂലേ, ഇതിന് വല്ല
അങ്ങനെ ഞങ്ങൾ അടുത്ത ഭാഗത്തോട്ട് പോവാണ്. അപ്പോൾ അതേ മുത്തശ്ശൻ പുല്ലരിയായിരുന്നു. ഞങ്ങൾ വരുമ്പോഴും അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാറയിൽ ഏതോ കുട്ടിയുടെ സൈക്കിൾ മറന്നു വെച്ചാണോ അതോ വെച്ചിട്ട് പോയതാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പാറയിൽ എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ഭാഗത്തോട്ട് പോവാണ്. ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാ കണിക്കൊന്ന. ഇത് ഞാനൊരു വിഷുവിൻ്റെ ഒരു 4 ദിവസം മുന്നേ എടുക്കുന്ന വീഡിയോ കേട്ടോ. അതാണ് ഇങ്ങനെ കണിക്കൊന്നയൊക്കെ കാണാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത് അവിടെ തന്നെ ഒരു ചെറിയൊരു തോടാണോ പറയുക ഇതിന്? അയ്യോ എന്താ പറയുക, കുളമല്ല, അങ്ങനെ ഒരു സംഭവത്തെടുത്തി. എന്താ ഇതിന് പറയുക? ഇനിയിപ്പോൾ ഞാൻ പറയണ വാക്കുകൾ ചിലപ്പോൾ വേറെ നാട്ടിലൊക്കെ വേറെ ഭാഷയായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് പറയണം. അങ്ങനെ പിന്നെ മോളുടെ കുട്ടികളുടെ കാര്യം അറിയാമല്ലോ, അവർ വെള്ളം കണ്ടപ്പോൾ എൻ്റെ മോൾ ഭയങ്കര വെള്ളം എന്ന് പറഞ്ഞാൽ അവൾ എവിടെ കണ്ടാലും ഇങ്ങനെ കളിക്കും. ഇപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ ടാപ്പൊക്കെ തുറന്ന് കളിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഒന്നാമത് ചൂടായതുകൊണ്ട് അവൾ തന്നെ ടാപ്പൊക്കെ തുറന്ന് മേലിലൊക്കെ ഇങ്ങനെ വെള്ളം ആക്കുകയാണ്. അപ്പോൾ ഇതുകൂടി കണ്ടപ്പോൾ ഭയങ്കര, ഞാൻ അവളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നനപ്പിക്കണമെന്നൊന്നും പറഞ്ഞിട്ട് വന്നതല്ല. പക്ഷേ നിങ്ങൾ കാണണം, വന്ന എൻ്റെ മോളുടെ കോലും തിരിച്ച് പോകുമ്പോഴുള്ള കോലും കാണാം. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെയൊക്കെയുള്ള കുളിക്കാനൊക്കെ പറ്റും എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിത് അവിടെ അപ്പോൾ പിള്ളേരിറങ്ങി, അവർ ഒരേ ചാട്ടും കുളിയൊക്കെ ആയിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നമുക്കിങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എല്ലാം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ആലോചിച്ച് പോയി. അങ്ങനെ ദേ ഒരു മുത്തശ്ശി വന്നപ്പോൾ ഇതിൻ്റെ കളിയും ചാട്ടമൊക്കെ നിന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകേണ്ട സമയമായി. അതാ എൻ്റെ മോള് കണ്ടോ, വന്നപ്പോഴുള്ള കോലും തിരിച്ച് പോകുമ്പോഴുള്ള കോലും കണ്ടോ. ഡ്രസ്സൊക്കെ ഞാൻ എടുത്തുമില്ല, കാരണം എന്താ പറയുക, നനച്ചോളൂ, ഡ്രസ്സിനൊക്കെ നനച്ചു. സ്വാഭാവികം അറിയാമല്ലോ, വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 30 ഒന്ന് കയറാൻ കുറച്ച് ടൈം എടുത്തു. എന്നിട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വേഗം പൊക്കിക്കൊണ്ടുവന്നതാണ്. അങ്ങനെ സന്ധ്യയായി. അങ്ങനെ എൻ്റെ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത്രേ പറയാനുള്ളൂ.